ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:45 ജ്വല്ലറിയിൽ സാമാന്യം തിരക്കുള്ള നേരത്താണ് 65-കാരി എത്തിയത്. മോതിരം ആവശ്യപ്പെട്ട് കടന്നുവന്നു. വിവിധ ഡിസൈനിലുള്ള മോതിരങ്ങൾ ജീവനക്കാർ എടുത്തുകാട്ടി. ഓരോന്നും എടുത്ത് വലിപ്പവും ഡിസൈനും നോക്കി. ഇതിനിടെ വിൽപ്പനയ്ക്ക് വെച്ചതിൽ 4 ഗ്രാം തൂക്കമുള്ള മോതിരം അവർ അപഹരിച്ചു. കയ്യിലുണ്ടായിരുന്ന 1 ഗ്രാം തൂക്കം വരുന്ന മോതിരം തൽസ്ഥാനത്ത് തിരികെ വെക്കുകയും ചെയ്തു. സംശയം ഏതും തോന്നാതിരിക്കുന്നതിന് മറ്റൊന്നുകൂടി ചെയ്തു. 1 ഗ്രാം തൂക്കം വരുന്ന ഒരു മോതിരം പണം കൊടുത്ത് വാങ്ങുകയും ചെയ്തു. ചുരുക്കത്തിൽ മോതിരങ്ങളുടെ എണ്ണം നോക്കിയാൽ പോലും വേഗത്തിൽ പിടിക്കപ്പെടാതിരിക്കുന്നത്ര വിദഗ്ധമായിട്ട് നടന്ന തട്ടിപ്പാണ് 65-കാരി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. എന്നാൽ വൈകുന്നേരത്തോടെ തട്ടിപ്പ് പിടിക്കപ്പെട്ടു. പുത്തൻ ആഭരണങ്ങളുടെ കൂട്ടത്തിലെ തിളക്കക്കുറവിലാണ് ജീവനക്കാരന്റെ കണ്ണുടക്കിയത്. സൂക്ഷ്മ പരിശോധനയിൽ പുറത്തുനിന്നെത്തിയതാണ് മോതിരമെന്ന് വ്യക്തമായി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കള്ളി വെളിച്ചത്തായി. ജ്വല്ലറി ഉടമ പോലീസിനെ വിവരം അറിയിച്ചു. ആളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ നിന്നും ബന്ധുക്കൾ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു. അവർ ജ്വല്ലറി ഉടമയെ ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് സന്നദ്ധത അറിയിച്ചു. മോഷണ മുതൽ തിരികെ കിട്ടിയെന്നും പരാതിന്മേൽ കേസെടുക്കേണ്ടതില്ലെന്നും ജ്വല്ലറി ഉടമ അറിയിച്ചതായി ഏനാത്ത് പോലീസ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.